ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് അടീനിയങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 100 രൂപ മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 1 മുതൽ 5 സെക്ഷൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 1ലെ ചെടികൾ ഒരു സൈസ്, സെക്ഷൻ 2ൽ അങ്ങനെ ഓരോ സെക്ഷനിലെയും ചെടികൾ സൈസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിടുമ്പോൾ നിങ്ങൾ ഏത് സെക്ഷനാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വേണം കോഡുകൾ എഴുതിയിടാൻ കേട്ടോ. എന്നത്തെയും പോലെ തന്നെയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ആണ്. അതുപോലെ അയക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നാണ്, ബംഗാളിൽ നിന്നാണ് അയക്കുന്നത്. അതൊക്കെ അതേപോലെ തന്നെയാണ്. പ്ലാന്റ്സ് ബെയർ റൂട്ടഡ് ആയിട്ടാണ് വരിക കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് കോഡ് നമ്പറാണോ വേണ്ടത്, സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ സിംഗിൾ പെറ്റൽസ്, ഡബിൾ പെറ്റൽസ് ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ. ഇപ്പോൾ സിംഗിൾ പെറ്റൽസ് ആണെങ്കിൽ എസ് എന്നുള്ള ഞാൻ ഈ എഴുതിയ കോഡുകൾ ഫുള്ളായിട്ട് തന്നെ ഇടണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഏതാണെന്നുള്ളത്. കാരണം 2 കോഡുകളും ഒരുപോലത്തെ ഉണ്ടായിരിക്കും. ഇതിൽ തന്നെ ഞാൻ ചിലപ്പോൾ സെക്ഷൻ 2ലും സെക്ഷൻ 3ലും സെയിം പ്ലാന്റ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 2ലെ ചെടികൾക്ക് ഒരു സൈസാണ്, അതിലേക്കും വലിയ സൈസായിരിക്കും സെക്ഷൻ 3ലെ ചെടികൾക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രൈസും വ്യത്യാസം വരും. 100 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സ്റ്റാർട്ടിങ് ആണ് 100 രൂപ കേട്ടോ. ഡബിൾ പെറ്റൽസ് ഇപ്പോൾ ചെറിയ റേറ്റിൻ്റെ ഉണ്ടാവില്ല, ഇപ്പോൾ റേറ്റ് ഉള്ളതാണ് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇതിലുള്ളത് ഡബിൾ പെറ്റൽസ് തന്നെ വലിയ സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് പ്ലാന്റ്സ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഡുകൾ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എഴുതി അയയ്ക്കുക. പിക്ചേഴ്സായിട്ട് ഷെയർ ചെയ്യരുത് കേട്ടോ. ഫോണിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്, ഡൗൺലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ പ്ലാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അറിയിക്കുക. പ്ലാൻസ് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പറയാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും കിട്ടിയിട്ടില്ല, പ്ലാന്റ് മിസ്സായതാണെന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ കുറേ നടക്കും. പക്ഷേ ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ പോലും ആളുകൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തരിക. അപ്പോൾ അതുപോലെ ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടി തുറക്കുന്ന ഒരു വീഡിയോ എനിക്ക് എടുത്ത് അയക്കണം. എന്നാലാണ് ഫർദറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ, പ്ലാന്റ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വേറെ പ്ലാന്റ് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വേണം കേട്ടോ. ഇതിൽ ഞാൻ ചില സൈസുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സൈസുകൾ നോക്കി നോക്കുക. ഓരോ സെക്ഷനിലെയും സൈസുകൾ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇനി പ്ലാന്റ് അയക്കുന്നത് ആമസോൺ ഷിപ്പിംഗ്, ഈ കാർട്ട് അങ്ങനെയൊക്കെയുള്ള കൊറിയർ സർവീസ് വഴിയാണ്. അതായത് നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ പ്ലാന്റ് എത്തിച്ച് തരും. പ്ലാന്റ് വീട്ടിലേക്ക് എത്തിച്ച് കിട്ടും. അതുപോലെ തന്നെ ഒരു 15 ഡേയ്സ് താമസം എടുക്കും കേട്ടോ. 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അതുപോലെ കഴിഞ്ഞ തവണ അയച്ചത് ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അയച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക കേട്ടോ. ചില സമയത്ത് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിലേ വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ചെയ്തിട്ടാണ് അയക്കുക, അതായത് ഉണക്കിയിട്ടാണ് അയക്കുക. അപ്പോൾ ആ സമയത്ത് ഓരോ ബാച്ചായിട്ടാണ് അയക്കുക. ഒരു ബാച്ചിൽ 50 ഓർഡേഴ്സാണ് അയക്കുക. അതായത് ഇപ്പോൾ ആദ്യത്തെ 50 ഓർഡറുകൾ ഒരാഴ്ച അയക്കും, അടുത്ത ആഴ്ച അടുത്ത 50 ഓർഡറുകൾ അങ്ങനെ അയക്കുക. അപ്പോൾ ഡിലേ വരും. അപ്പോൾ ഡിലേ വരുന്നത് ഓക്കെ ആണെങ്കിൽ അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക. കാരണം പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ പോയിട്ട് അയക്കുക, അതെന്തായാലും കുഴപ്പമില്ല. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ. പ്ലാൻസ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന അന്ന് ദിവസം നമുക്ക് സ്ലിപ്പ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് പേഴ്സണലായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു സംശയമാണ്, പൂവോട് കൂടിയാണോ കിട്ടുക എന്നുള്ളത്. പൂവോട് കൂടിയല്ല കിട്ടുക, ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ ഇലകളും പൂക്കളും പൊഴിഞ്ഞു പോകും. ചില ആളുകൾ ഇലകൾ കട്ട് ചെയ്ത് അയക്കാൻ പറയും. കാരണം അവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച എടുക്കും കിട്ടാൻ. അപ്പോൾ ചിലപ്പോൾ ഇലകൾ അടർന്നു പോകും. അതൊരു വിഷയമുള്ള കാര്യമല്ല, ഇലകൾ അങ്ങനെ പോകും. അത് പിന്നെ പുതിയ ഇലകൾ വരും. അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അഡീനിയത്തിന് ഇലകൾക്ക് പ്രയോറിറ്റി ഇല്ല. അഡീനിയം ഇലകളില്ലാത്ത ചെടികളിൽ പോലും ഇഷ്ടം പോലെ പൂക്കൾ തരും. ഈ ലാസ്റ്റ് കാണിക്കുന്ന മൾട്ടിപെറ്റൽസൊക്കെ അത്യാവശ്യം പ്രീമിയം വെറൈറ്റീസ് ആണ് കേട്ടോ. പിന്നെ ഈ വലിയ പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ. എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് പിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ബാച്ചിൽ അയച്ചവർക്ക് കിട്ടിയതായിട്ട് അവരയച്ചതെന്നാണ്, കഴിഞ്ഞ ബാച്ചിൽ കിട്ടിയവർക്കുള്ളതാണ് കേട്ടോ. ഇത് ചെറിയ കാശിൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പം നടുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇതുപോലെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരണേ. ഇതൊക്കെ പ്ലാന്റ് ഇലകൾ കട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നവർക്കുള്ളതാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ
പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ അതിലെല്ലാം എടുത്ത് അയക്കേണ്ടേ, എന്തായാലും വീഡിയോ എടുത്ത് അയക്കണം കേട്ടോ. കാരണം നിങ്ങൾ തുറക്കുന്ന ടൈമിലുള്ള വീഡിയോ നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. ഫോട്ടോ ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് അയക്കരുത്, വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് അയക്കുക കേട്ടോ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ എനിക്ക് വേണ്ട കോഡ് നമ്പറും സെക്ഷനും എഴുതി അയയ്ക്കുക. ഓരോന്നിൻ്റെയും എത്രയാണ് റേറ്റ് വരുന്നതെന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. 100 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പ്രൈസ് വ്യത്യാസം വരും ഓരോ സമയത്തും, അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ എടുത്ത് പറയാത്തത് കേട്ടോ. താങ്ക്